എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷം നടന്ന അക്കൗണ്ടൻസിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ആൻസർ ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് വരുന്ന വൺ വേർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദി ഓഡ് വൺ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഓഡ് വൺ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് കമ്മീഷൻ, പാർട്ട്നേഴ്സ് സാലറി. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് കമ്മീഷൻ, പാർട്ട്നേഴ്സ് സാലറി ഈ മൂന്നും കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് എൻ്റർ ചെയ്യുന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രം കറണ്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓഡ് വൺ ആയിട്ട് വരുന്നതിൻ്റെ ആൻസർ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഷോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ലോസ്, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ആൻസർ. ഇവിടെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കറിയാം അത് അക്യുമുലേറ്റഡ് ലോസ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓൺ റിവാലുവേഷൻ ഈസ് ട്രാൻസ്ഫർഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണത് റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഏത് റേഷ്യോയിലാണ് ഷെയർ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ എ, ഓൾഡ് റേഷ്യോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ബിസിനസ് ഓഫ് ദി ഫേം ഈസ് ടെർമിനേറ്റഡ് അറ്റ് ദി ടൈം ഓഫ്. ബിസിനസ് ടെർമിനേറ്റ് ചെയ്യുന്നത് ഏത് സമയത്താണെന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഓൺ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ദ പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു. ഇതിൻ്റെ ആൻസർ വരുന്നത് ക്രെഡിറ്റ് സൈഡ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ, അനിൽ ആൻഡ് സുനിൽ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം വിത്ത് ഈക്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. Sunil drew regularly 2000 at the end of every month. Calculate interest at 10% per annum for the year ended 31st December 2021. കണ്ടുപിടിക്കേണ്ടത് നമുക്കിവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. കാരണം അവർ എൻഡ് ഓഫ് എവരി മന്തിൽ 2000 രൂപ വെച്ച് പിൻവലിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. അതിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ എൻഡ് ഓഫ് എവരി മന്ത് ആണ്. അപ്പോൾ അതിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 5.5/12 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈക്വൽ ടു ഈ 2000 പെർ മന്ത് ആയിട്ട് കാണണം. അപ്പോൾ അതുകൊണ്ട് 2000 × 12 × 10%. ആ 10% എഴുതുക. എൻഡ് ഓഫ് എവരി മന്ത് എന്ന് പറയുമ്പോൾ 5.5/12 ആണ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ ബിഗിനിങ് ആണെങ്കിൽ 6.5/12 ആവും. മിഡിലാണെങ്കിൽ 6/12 ആവും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇത് 3ഉം പഠിച്ചു വയ്ക്കുക. ബിഗിനിങ് ആണെങ്കിൽ 6.5/12, മിഡിലാണെങ്കിൽ 6/12, എൻഡ് ആണെങ്കിൽ 5.5/12. ഗെയിനിങ് റേഷ്യോ ഇൻ വിച്ച് ദി റിമൈനിങ് പാർട്ട്നേഴ്സ് ഷെയർ ദി പ്രോഫിറ്റ് ഓഫ് റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ട്ണർ. അതിനെ പറയുന്ന പേരാണ് ഗെയിനിങ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇതിൻ്റെ ആൻസറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് നോക്കിയിട്ട് പഠിക്കേണ്ടതാണ്. 9th ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് ഓഫ് ദാസ് ഏജൻസി ഫോർ ദി 3 years വേർ. 3 ഇയേഴ്സിൻ്റെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് ഗുഡ് വില്ല് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആവറേജ് പ്രോഫിറ്റ് ആണ്. ഈ 3 പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് ബൈ 3 ചെയ്താൽ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. പിന്നെ ഗുഡ് വില്ല് കണ്ടുപിടിക്കാൻ ഗുഡ് വില്ലിന് ഇവിടെ ഹിൻഡ് പറഞ്ഞിട്ടുണ്ട്. ഓൺ ദി പർച്ചേസ് ഓഫ് 2 years പർച്ചേസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ്. അപ്പോൾ 2 years പർച്ചേസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ് 2 × ഈ ആവറേജ് പ്രോഫിറ്റ് എത്രയാണോ അത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കവിടെ ഗുഡ് വില്ല് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഇതിൻ്റെയും വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് നോക്കിയിട്ട് നന്നായി പഠിച്ചു വയ്ക്കുക.